So, hello friends, all of you, welcome back to a new episode. So, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 6ൻ്റെ ഫ്രാക്ഷൻസ് എക്സസൈസ് 7.6 ആണ്. 7.6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്സ് ചാപ്റ്റർ ഫ്രാക്ഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 7.6ലെ we are going to discuss 7.6 fifth question ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let's begin. So ഞാൻ അതിനുള്ള കോളമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. That is the fifth question is complete the addition and subtraction box ആണ്. So അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. I will draw here. Here is minus and here is plus. Okay. So let's begin. So ഫസ്റ്റ് എന്ന് പറയുന്നത് ആ കോളത്തിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ഇത് എ കോളമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ. I'm doing the A of question number 5. So first is 2 by 3, 1 by 3, 2 by 3, 4 by 3. We should use a working column for it. We use another working column. First subtracting 2 by 3 and 1 by 3. How will we subtract 2 by 3 and 1 by 3? We should use the margin here. That is 2 by 3 minus 1 by 3. Denominator is the same, 2 minus 1, that is 1 by 3 is the answer. So next is 4 by 3 minus 2 by 3. That is the answer is what? 2 by 3 is the answer. 4 minus 2 is 2 itself. So 2 by 3 is the answer. So next is 2 by 3 plus 4 by 3. Yes, 6 by 3. That is 4 plus 2 is added. Okay. Denominator same ആയിരിക്കും. നമ്മൾ 4 ഉം 2 ആഡ് ചെയ്യണം. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കുമ്പോൾ 2ഉം 1ഉം മൈനസ് ചെയ്യണം. മൈനസ് ആണ് ഈ ഒരു ഇങ്ങനെ വരുന്നതെല്ലാം മൈനസും ഇങ്ങനെ വരുന്നതെല്ലാം പ്ലസ്സും ആയിരിക്കും. സോ ഡിനോമിനേറ്റേഴ്സ് 2 by 3 മൈനസ് 1 by 3 ചെയ്യുമ്പോഴത്തേക്കും 3 ഡിനോമിനേറ്റർ ആയിട്ട് ഓൾറെഡി നമ്മൾ എഴുതണം. ഓൾറെഡി എഴുതി കഴിയുമ്പോഴത്തേക്കും സോ 2 minus 1 we want to do. 2 minus 1 is what? 1 itself. So 1 is the numerator. So we got the answer. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. This is very simple. ക്വസ്റ്റ്യൻ നമ്പർ 5ലെ എ ബോക്സിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ആണ്. 2B ബോക്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോക്സും ആണ്. സോ എ ബോക്സ് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. 4 plus 2 6, 3 as the denominator, 2 plus 1 so 3 by 3 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫുൾ 1. ഇത് 6 by 3 ആണ്. ഇത് 1 ആൻഡ് ഹാഫും കൂടെ ഉണ്ട്. ഓക്കെ, 3 by 3 1 ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3യും കൂടെ 1 ആൻഡ് ഹാഫും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് 6 by 3. So 1 by 3 plus 2 by 3. 1 by 3 plus 2 by 3. 3 by 3 is equal to 1. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നില്ല 6 by 3 minus 6 minus 3 3. So this is the box which I have completed here. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ആണ്. നമുക്ക് ബി ബോക്സിലോട്ട് നീങ്ങാം, സെക്കൻഡ് ബോക്സിലോട്ട് നീങ്ങാം. കാരണം മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, മറ്റേത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കണ്ടിരിക്കണം കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കാനുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ബോക്സ്. സോ നമ്മുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോക്സ് ദാറ്റ് ഈസ് ബി ബോക്സ് ഇസ് റെഡി ഹിയർ. സോ നമുക്ക് എഴുതി തുടങ്ങാം. സോ അവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2, 1 by 3,
1 by 3, 1 by 4. So first നമുക്ക് subtract ചെയ്ത് തുടങ്ങാം. 1 by 2 minus 1 by 3. So how to do that? How to do this? First take the LCM of 2 and 3. 2 and 3 is 6. So the answer is 1 by 6. Okay. First we want to take the LCM of 2 and 3. 2 and 3 LCM endana 6. So make it as the denominator. Denominator ആക്കി കഴിയുമ്പോഴത്തേക്കും so 6 denominator ആവും. 6 denominator ആവുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കണക്കില്ല, കാരണം 1 ആണ് ന്യൂമറേറ്റർ വന്നിരിക്കുന്നത്. സോ സിംപ്ലി 2ന്റെ ന്യൂമറേറ്റർ 1 ആയതുകൊണ്ട് തന്നെ സിംപ്ലി പുട്ട് ദ ന്യൂമറേറ്റർ 1. ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ 1 by 6 is the answer. So next is 1 by 3 minus 1 by 4, that is, I'll show you here, 1 by 12. അതെങ്ങനെ വന്നു? LCM of 4 and 3 എന്താണ് അടുത്തുള്ള നമ്പർ, അതുകൊണ്ട് 3 into 4 is equal to 12. So 1 ഈ മോളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ 1നെ നമ്മൾ നേരെ താഴോട്ട് ഇടുക. ഓക്കെ, നെക്സ്റ്റ് is 1 by 2 plus 1 by 3. That we can do here. 2 and 3 LCM നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 6. So this 6 will be the denominator here. So it is plus. So 1 by 2 plus 1 by 3 into 3 here into okay into 2 here. So 2 5 by 6. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇൻറ്റു ഇതുപോലെ തന്നെ 3 എടുത്ത് കഴിയുമ്പോൾ 3 minus 2 1 ആവും. സോ അതിനേക്കാൾ സിമ്പിൾ മെത്തേഡാണ് ഈ ഒരു 1 നേരെ എടുത്ത് ഇങ്ങോട്ട് ഇടുക എന്നുള്ളത്. ഇറ്റ് വിൽ ബി സിംപ്ലർ ഫോർ യു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വഴി കാണിച്ചത്. വേറെ വഴിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് so next we want to do the margin. Next one is 1 by 3. 1 by 3 plus 1 by 4. So LCM of 3 and 4. Yes, 12 plus 12. So here 4 and here 3. So 4 plus 3, 7 by 12. So 7 by 12 here. ഇനി നമുക്ക് ഇവിടമാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾക്ക് എങ്ങനെ ആഡ് ഓർ സബ്ട്രാക്ട് ഇവിടെ ചെയ്യണമെന്നുള്ളതിന് കൺഫ്യൂഷൻ വരാം. വി ക്യാൻ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഹിയർ. ഈ ഒരു സെക്ഷൻ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ എങ്ങനെ ചെയ്യാം, ഈ ഒരു സെക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. പ്ലീസ് ലുക്ക് ഹിയർ. ഓക്കെ, സോ 6 and 12ന്റെ LCM എന്ന് പറയുന്നത് 12 തന്നെയാണ്. ഓക്കെ, വെൻ വി ഫൈൻഡ് ദ LCM ഓഫ് 6 and 12, 6 and 12ന്റെ LCM നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 6 12 3. So you can just add 2 3 6 3 1 2 and 2 1 1. So 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 6 into 2 12 ആണ്. So 12 minus dash minus 12. So 12 into 2 here. 2 here. 12 into 1 into 1 here. So 1 minus. So here we are doing the plus, sorry. Then 2 plus 1, 3. 3 by 12 is equal to, is as same as 1 by 4. 1 by 4 ആണ് ഇവിടുത്തെ ഈ ആൻസർ വരുന്നത്. ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് വേ. ഐ വിൽ ഷോ യു
show you now. നമ്മളിപ്പോൾ ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഐ എം ഗോയിങ് ടു ഷോ ഇറ്റ് ഇൻ ദ ഡൗൺ സൈഡ് ഓഫ് മൈ ബോർഡ്. സോ നമുക്ക് 5/6 minus 7/12 ചെയ്യണമെന്നുണ്ടെങ്കിൽ how will we do it? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് is 7 into 6 is 42 and 12 into 5 60. Okay, so 60/42. 60/42. This is the first step you want to do. Sorry, 42/60. Next you want to divide this. ഇപ്പോൾ നമുക്ക് 42 and 60 കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ഉൾക്കൊണ്ടുവരണം. നമ്മളിപ്പോൾ ന്യൂമറേറ്റേഴ്സിനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്തു, ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 42 and 60 കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 42നും 60ക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിനോമിനേറ്റർ നമ്മൾ തപ്പിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 12 into 5 നമ്മൾ ചെയ്തു. ഇനി 12 into 6 എന്ന് പറഞ്ഞാൽ 72 ആണ്. ഈ 72 42 and 60/72. Okay, so we want to just what we want to do, minus it. 42 and 60 18/72. ഇനി നമ്മൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, then at last we will get as 2/12. 3/12 എന്ന് കിട്ടുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം നമ്പേഴ്സ് ഓരോന്നായിട്ട് എടുക്കണം. ഓക്കെ, 2 when we 2 ഇതിന് രണ്ടിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 9/36 divided by 3/12. 3/12 നമുക്ക് ഇവിടെ കിട്ടി. സെയിം ആസ് സിംപ്ലസ്റ്റ് ഫോമിലോട്ടാക്കുമ്പോൾ 1/4. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു സെക്ഷനിലുള്ള ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് വേ, ബട്ട് ഇറ്റ് ഈസ് സിമ്പിൾ. ഓക്കെ, നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ മതി. പ്രൈം നമ്പേഴ്സൊക്കെ നിങ്ങൾ നല്ലോണം ബൈ ഹാർട്ട് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 is 7.6ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് ചെയ്യാം. So first I will read the question once. After that we will answer the question. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മലയാളത്തിൽ അതെന്താണ്, ആ ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ഓക്കെ, a piece of wire 7/8 meter long broke into 2 pieces. One piece was 1/4 meter long. How long is the other piece? Once again I will read the question. A piece of wire 7/8 meter long broke into 2 pieces. One piece was 1/4 meter long. How long is the other piece? ഒരു പീസ് ഓഫ് വയർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 7/8 മീറ്റർ നീളമുള്ളതായിരുന്നു. അത് 2 കഷ്ണങ്ങളായി മുറിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം 1/4 മീറ്റർ ലോങ് ആണ് ഇപ്പോൾ. എന്നാൽ മറു കഷ്ണത്തിന്റെ വേറെ ഒരു 2 കഷ്ണങ്ങളായിട്ടാണ് മുറിഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പീസ് ഓഫ് വയർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് വെക്കുക, അത് 2 കഷ്ണമായിട്ട് മുറിഞ്ഞു പോയി. അപ്പം ഈ ഒരു കഷ്ണം 1/4 മീറ്റർ ആണ് എങ്കിൽ ഈ ഒരു കഷ്ണം ഫ്രാക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അത് എത്ര മീറ്റർ ഉണ്ടായിരിക്കും? ലോങ്നെസ്. ഓക്കെ, അതിന്റെ ലോങ്നെസ് എത്ര മീറ്റർ ഉണ്ടായിരിക്കും? സോ വേർഡ് പ്രോബ്ലം അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് total length of the wire, that is 7/8 meter. Next is length of the first piece of wire, 1/4 meter. So last step is length of
the other piece of wire. What will be the length? നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫിൽ ഇൻ ദ ബോക്സസ് ആയിരുന്നു. ആ ബോക്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഈ ബോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ മൈനസ് ചെയ്തു. സോറി, we have done it earlier. Sorry, that is not the question. If 7/8 is here minus, so ഈ ബോക്സിൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ ഈ ബോക്സിലുള്ളത് കിട്ടും. ഓക്കെ, ഡിഡ് യു ഗോട്ട് ഇറ്റ്? നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്തൊക്കെ അവിടെ നിൽക്കട്ടെ. സോ ഹൗ ക്യാൻ വി ഡു ഫോർ ദിസ് ക്വസ്റ്റ്യൻ? അങ്ങനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. That is, we want to subtract 7/8 minus 1/4. Subtract ചെയ്യുമ്പോഴത്തേക്കും 8 and 4ന്റെ LCM എടുക്കണം. Two, 4, 2, 2, 2, 1, 2, 1, 1. So 2 into 2, 4 into 2, 8 is the LCM for the both of. So 8 is the LCM. So LCM is here. So 87ന്റെ ടേബിളിൽ ഇല്ല. ഈ 87ന്റെ ടേബിളിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? 7നെ നേരെ ഈ 8ന്റെ ബോളിലേക്ക് എഴുതും. Then 8 is in 2's table, so into 2, 2. So 7 minus 2, 5/8. Okay, 5/8 is the answer. So next step ഞാൻ താഴോട്ട് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ത് ഈ ഒരു സൈഡിലോട്ട് എഴുതാം. ഓക്കെ, required piece of wire is equal to 5/8 meter. So this is the answer of the 6th question. Moving on to the question number 7. So the question number 7. The question number 7 is, Nandini's house is 9/10 kilometer from her school. She walked some distance and then took a bus for 1/2 kilometer to reach the school. How far did she walk? ഒരു ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, നന്ദിനീസ് ഹൗസ്, നന്ദിനിയുടെ വീട് 9/10 കിലോമീറ്റർ ഉണ്ട് അവളുടെ സ്കൂളിൽ നിന്ന്. ഷീ വാക്ക് സം ഡിസ്റ്റൻസ്, അവൾ കുറച്ച് ദൂരം നടന്നു. അതാണെന്ന് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? ഒരു ബസ് പിക്ക് ചെയ്തു. ഒരു ബസ് എടുത്തിട്ട് 1/2 കിലോമീറ്റർ അവൾ റീച്ച് ചെയ്ത്, 1/2 കിലോമീറ്ററും കൂടെ ബസ്സിൽ ട്രാവൽ ചെയ്ത് റീച്ച് ചെയ്തു സ്കൂളിലെത്തി. ഹൗ ഫാർ ഡിഡ് ഷീ വാക്ക്? ഹൗ ഫാർ, എത്ര ദൂരമാണ് അവൾ നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹൗ വിൽ യു ഡു ദ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ഐ വിൽ ഷോ യു എ ഡെമോ. ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നന്ദിനീസ് ഹൗസ്. ഇത് നന്ദിനീസ് ഹൗസ് ആണ്. ഇതെന്താണ്? നന്ദിനീസ് ഹൗസ്. സോ that is 9/10 kilometer from her kilometer from her school. So she walked some distance. Okay, then she take a bus. Then what should she take? She took a bus. Okay, she took a bus, and from there she reached Haba by നമ്മളൊരു half
കിലോമീറ്റർ എടുത്തപ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലെത്തി. ബസ്സിൽ വോക്ക് ചെയ്തു അത്രയും ദിവസം, സോറി അത്രയും നേരം നമ്മൾ നന്ദിനി വോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബസ്സിൽ കയറിയിട്ട് 1/2 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് സ്കൂളിലെത്തി. അപ്പം ഈ ഒരു അവൾ വോക്ക് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി വാണ്ട് ടു subtract. Okay, so which two numbers we want to subtract? Which two fractions we want to subtract? 9/10 kilometer and 1/2 kilometer. 9/10 kilometer 1/2 kilometer നമ്മൾ subtract ചെയ്യണം. We want to subtract 9/10 kilometer from 1/2 kilometer. So നമ്മൾ അപ്പോൾ അതിന് തന്നെ വഴി എഴുതണം. How can we write? Total distance is equal to 9/10 kilometer. Distance by bus 1/2 kilometer. So distance she walked is equal to 9/10 minus 1/2 kilometer. How will we do? First take the LCM of the two numbers, that is 10 and 2. 10 and 2, how will you take the LCM? 2, 10, 5, 2, 2, 2, 1, 1. So 5 into 2, 10. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത LCM, മൾട്ടിപ്ലൈ ചെയ്ത LCM കിട്ടും കേട്ടോ. So 5 into 2, 10. 10 is the LCM. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 10ന്റെ ഫാക്ടർ അല്ലാത്തതുകൊണ്ട് തന്നെ 9 10 എന്നുള്ള നമ്പർ പോലെ 9ന്റെ ടേബിളിൽ. സോ വി വാണ്ട് ടു മൈനസ് ലൈക്ക് ദിസ്. 2ന്റെ ടേബിൾ 5ലാണ് വരുന്നത്. അപ്പം 9 minus 5 വി വാണ്ട് ടു ഡു is equal to 4/10. 4/10 is the answer when we reduce it into simplest form. We will get the answer as 2/5. So Nandini walked by 2/5 kilometers. Nandini walked 2/5 kilometers. Moving on to the 8th question. 8th question ഞാൻ വായിക്കാം. Asha and Samuel have bookshelves of the same size, partly filled with books. ആഷയ്ക്കും സാമുവലിനും ബുക്ക് ഷെൽഫ് ഉണ്ട്. ബുക്ക് ഷെൽഫിൽ ഈ പുസ്തകം വെക്കുന്ന ഷെൽഫുകളുണ്ട്. ആ ബുക്ക് ഷെൽഫിൽ സെയിം പാർട്ട്ലി ഫിൽഡ് വിത്ത് ബുക്സ്. ബുക്ക് ഷെൽഫ് ഒരേ അളവിലുള്ളത് തന്നെയാണുള്ളത്. പാർട്ട്ലി ഫിൽഡ് വിത്ത് ബുക്സ്, ഒരു ഇത്ര പാർട്ട് ഫുൾ ബുക്സ് ഫുള്ളാണ്. Asha's shelf is 5/6 full and Samuel's shelf is 2/5 full. ആഷയുടെ ഷെൽഫ് 5/6 ഫുള്ളാണ് ആൻഡ് സാമുവലിന്റെ ഷെൽഫ് എത്രയാണ്? 2/6 ഫുള്ളാണ്. ഹൂസ് ബുക്ക് ഷെൽഫ് ഇസ് മോർ ഫുൾ ബൈ വാട്ട് ഫ്രാക്ഷൻ? ആരുടെ ബുക്ക് ഷെൽഫാണ് കൂടുതൽ ഫുള്ളായിട്ടുള്ളത്? ഏത് ഫ്രാക്ഷൻ, എന്തുമാത്രം ഫ്രാക്ഷൻ കൂടുതലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ we will write the step as നമ്മൾ ഈക്വൽ ടു ഇട്ടില്ല എഴുതുന്നത്. ഓക്കെ, Asha's shelf is 5/6 full. Samuel's shelf is 2/5, not 6, it's 5th full. കമ്പയറിങ്, ഇനി നമ്മളിത് കമ്പയർ ചെയ്യണം. അവർ രണ്ടെണ്ണം കമ്പയറിങ് 5/6 and 2/5. How will we compare the two fractions? How will we compare? നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോസ്. That is 5 into 6 30 and 6 into 2 12.
Oh, sorry. I got a mistake here. 5 into 5, 25, and 6 into 2, 12. So 24, 12 is bigger. 25 is bigger, so this one is bigger. So whose shelf is more full? 5 by 6. Okay, whose? Asha's. Asha's shelf is more full, and how? 5 by 6 minus 2 by 5. The LCM of 6 and 5 is equal to 30. Then here 6. Sorry, here 5. It's 30. 25 minus 12 is equal to 13 by 30. 13 by 30. Okay. Reduce it to simplest form. So this much is the 8th question. Moving on to the 9th question. So 9th question I vaikam. Jaydev takes 21 by 5 minutes to walk across the school ground. Rahul takes 7 by 4 minutes to do the same. Who takes less time and by what fraction? ആരാണ് കുറവ് സമയം എടുത്തത്? ഈ ജയദേവ് 2 and 1 by 5 minute walk ചെയ്തു across the school ground. അത്രയും മിനിറ്റ്സ് ആണ് ജയദേവ് സ്കൂൾ ഗ്രൗണ്ടിന്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് എടുത്തത്. രാഹുൽ ടേക്ക് 7 by 4 minutes to do the same. രാഹുൽ 7 by 4 minutes എടുത്തുള്ളൂ ഈ ഒരു പ്രവൃത്തി അത് തന്നെ ചെയ്യാനായിട്ട്. സോ ഹൂ ടേക്സ് ലെസ് ടൈം? ആരാണ് കുറച്ച് സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കിയത്? ആൻഡ് ബൈ വാട്ട് ഫ്രാക്ഷൻ? എത്ര ഫ്രാക്ഷൻ കുറവാണ് എന്നാണ്. Then question number 9. The answer is Jaydev takes 2 and 1 by 5 minutes. That is equal to what? First write the denominator. 5 into 2, 10 plus 1, 11. 11 by 5. അതെങ്ങനെ ചെയ്തത്? നമ്മളിപ്പോൾ 1, 5 and 2 is here. First multiply, then add. 5 into 2, 10 plus 1, 11 by 5. Then Rahul takes 7 by 4 minutes. Rahul takes how many minutes? 7 by 4 minutes. So comparing 11 by 5 and 7 by 4. 11 by 5 and 7 by 4. 11 into 4, 44, and 7 into 5, 35. So who takes lesser time? Who takes it? Who takes more time here? 11 by 5. That is Jaydev takes. And who takes lesser time? Rahul. Rahul ആണ് lesser time ഇത് ചെയ്തത്. So 11 by എത്ര ഫ്രാക്ഷൻ എത്രമാത്രം കൂടുതലാണ് അവൻ ടൈം എടുത്തതെന്ന് നോക്കാം. That is 7 by 4. 5 into 4, 20. 4, 44 minus 35. What will be the answer? 9 by 20. 9 by 20 minutes കൂടുതൽ എടുത്തു. Okay. That is reduced to simplest form. 29. എല്ലാം reduced to simplest form ആണ് ചെയ്യേണ്ടത്. That is 20 how many times? You can 2 times you can write 2, 9, 4, 8, 1. 1 here, 2, 2. So HCF is 1 itself. So take it as this will be the answer. Okay. Got it, children? So today we are end upping by this section. So thank you, students. May you have, I think you have understood the concept very well. If you have any doubts, ask in the comment section below that I can solve your doubts and your doubts will be cleared. So ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് കാണിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആസ്ക് ചെയ്യാം. I will be posting the next video related to that. Okay, thank you, students.